തൃശൂരിൽ ആനകൾ തമ്മിലുള്ള കൊമ്പുകുത്തലിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാട്ടാന ചരിഞ്ഞു എന്നൊരു വാർത്ത വരുന്നുണ്ട്. വടക്കാഞ്ചേരിയിൽ ഫോറസ്റ്റ് വെറ്റിനറി വിഭാഗത്തിന്റെ ചികിത്സ തുടരുന്നതിനിടെയാണ് ആന ചരിഞ്ഞത്. കഴിഞ്ഞ മാസം 21 മുതൽ ആനയ്ക്ക് വനത്തിൽ ചികിത്സ നൽകി വരികയായിരുന്നു. ജെയ്സൺ ചമവളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, ഗുഡ് മോർണിംഗ് ജെയ്സൺ. ഒരു ആന ചരിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സങ്കടം. അത് കാട്ടാനയാണെങ്കിലും നാട്ടാനയാണെങ്കിലും. 21 ദിവസമായി ചികിത്സ പക്ഷേ ഫലിച്ചില്ല അല്ലേ? കാട്ടാന ചരിഞ്ഞു. എന്താണ് കൂടുതൽ വിവരങ്ങൾ ജെയ്സൺ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. വടക്കാഞ്ചേരി വാഴാനി ഡാമിൻ്റെ പരിസരത്തൊക്കെ അലഞ്ഞു നടന്നിരുന്ന കാട്ടാനയാണ്. അതിങ്ങനെ അലഞ്ഞു നടക്കുന്നതിനിടയിലാണ് വനംവകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നത്. അതിനുശേഷം ഈ ആനയെ ട്രാക്ക് ചെയ്യുന്നു, പിന്നീട് ആനയെ കണ്ടെത്തി ചികിത്സിക്കുന്നു. ആ ചികിത്സ കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് പൂർത്തിയാക്കിയത്. പിന്നീട് വീണ്ടും നിരീക്ഷണത്തിലായിരുന്നു. ഇതിനിടയിലാണ് ഈ കാട്ടാന ചെരിഞ്ഞ വാർത്ത പുറത്തു വരുന്നത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഈ കാട്ടാനയെ വനത്തിൽ തന്നെ സംസ്കരിക്കാനാണ് ഇപ്പോൾ വനം വകുപ്പിൻ്റെ തീരുമാനം. പ്രത്യേകിച്ച് ഈ കാട്ടാന ചെരിഞ്ഞു എന്ന് കേൾക്കുമ്പോഴൊക്കെ ഒരു അസ്വസ്ഥതയും ഒരു വേദനയൊക്കെ തോന്നുമെങ്കിലും നാട്ടുകാർക്ക് അത്ര സുഖകരമായ ഒരു കാര്യമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ബീച്ച് ഭാഗത്തൊക്കെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്ന സ്ഥിതിയുണ്ടായി. അത്തരത്തിൽ കാട്ടാനകൾ നാട്ടിൽ നാശം വിതയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ ആ സമീപത്ത് താമസിക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ്. പക്ഷെ കേൾക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയുണ്ട്. എങ്കിൽ പോലും ഏതായാലും ഒരു ഗുരുതരമായ പരിക്കേറ്റ കാട്ടാന ചെരിഞ്ഞിരിക്കുന്നു. ഇന്നതിൻ്റെ സംസ്കാരം പൂർത്തിയാക്കും വരുന്നു. ശരിയാണ് ജെയ്സൺ പറഞ്ഞതുപോലെ. ഇപ്പോൾ ഈ ഒരു കാട്ടുപന്നി ചത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് അത്ര വേദനിക്കണമെന്നില്ല. ഇപ്പോൾ ഒരു തെരുവനായ ചത്തു എന്ന് പറഞ്ഞാലും ഇല്ല. പക്ഷെ ഒരു കാട്ടാന ചെരിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം അല്ലേ? അത് ഈ ആനകളോടുള്ള നമ്മളുടെ ഒരു പ്രത്യേക സ്നേഹമോ എന്താണെന്നറിയില്ല, അങ്ങനൊരു സങ്കടം ഉണ്ടാവാറുണ്ട്. പക്ഷേ കാട്ടാനയുടെ ആക്രമണമൊക്കെ നേരിടുന്ന വന്യജീവി ശല്യമുള്ള മേഖലകളിൽ താമസിക്കുന്ന മനുഷ്യർക്ക് അതിനകത്ത് വലിയ സങ്കടമൊന്നും തോന്നത്തില്ല. സ്വസ്ഥമാവുമെങ്കിലും ഒരു കാട്ടാനയുടെ ശല്യം കുറഞ്ഞു എന്ന് വിചാരിക്കുന്നു. പക്ഷെ എല്ലാം വേണം, ഒരു എക്കോസിസ്റ്റം ആണല്ലോ സ്വാഭാവികമായും. എല്ലാം ഒരു ജീവജാലിക ശൃംഖലയുടെ ഭാഗമല്ലേ. പക്ഷേ അതിര് കവിഞ്ഞു പോകാനും പാടില്ല.